ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ പ്രസവം കഴിഞ്ഞത് മുതൽ എല്ലാവരും എൻ്റെ ട്വിൻ ബേബീസിനെ കാണിച്ചു തന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഫസ്റ്റ് ടൈം സോഷ്യൽ മീഡിയാസിൽ. ഇതുവരെ ഞാൻ എവിടെ എൻ്റെ ബേബീസിൻ്റെ ഫോട്ടോ വീഡിയോസ് ഒന്നും തന്നെ പോസ്റ്റ് ചെയ്തിട്ടില്ല. വീട്ടിൽ വന്ന് കണ്ടവരെന്നല്ലാതെ വേറെ ആരും തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ബേബീസിനെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവർ രണ്ടുപേരും കാമായി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്, നല്ല കരച്ചിലുള്ള ടീമുകളാണ്. അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും ഏകദേശം കാമായി ഉറങ്ങുന്നുണ്ട്, കുളിപ്പിച്ചിട്ടൊക്കെ കിടത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ കാണിച്ചു തരാമെന്ന് കരുതാണ്. പിന്നെ ബേബീസിനെ കുറിച്ച് ഒരുപാട് പേര് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. വെയിറ്റ്, അതുപോലത്തെ എങ്ങനത്തെ ട്വിൻസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് നമ്മുടെ ബേബീസിനെ കാണാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയണേ, ഇന്നവർക്ക് 55 ദിവസമായി. അപ്പോൾ നാളെ ഫസ്റ്റ് വാക്സിൻ ഇടാൻ പോകണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും 45-നല്ലേ ഫസ്റ്റ് വാക്സിൻ ഇടേണ്ടതെന്ന്. 45-ന് പോകാമെന്ന് കരുതിയതാണ്. അപ്പം നമ്മുടെ അംഗനവാടിയിൽ നിന്ന് ആശാ വർക്കർ വിളിച്ച് പറഞ്ഞായിരുന്നു ഒരാഴ്ച വൈകി ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ടൈമിലാണ് ഒരാൾക്ക് ഇടുന്നത്, അടുത്ത ആഴ്ച ഇനി ഒരാൾക്ക് ഇടാമെന്ന് കരുതുന്നത്. അപ്പോൾ 45 ഡേയ്സിലുള്ള വാക്സിനാണ് ഇപ്പോൾ ഇടുന്നത്. എന്തായാലും ഞാനൊരു 2 വീക്സ് മുൻപാണ് ഞാൻ പ്രസവിച്ചത്. 37 വീക്സിലാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരു ടൈമിൽ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബേബീസിനെ കാണാം. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ്. കണ്ടു കഴിഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ എന്തായാലും ബേബീസിനെ കണ്ടിട്ട് വരാം. അപ്പോൾ നല്ല ഉറക്കത്തിലാണ് എൻ്റെ 2 മക്കളും. അപ്പോൾ ഇയാളാണ് എൻ്റെ ഫസ്റ്റ് ബേബി. ഇതാണ്. ഇതെൻ്റെ സെക്കൻഡ് ബേബിയാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1 മിനിറ്റും വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം എൻ്റെ ബേബീസിനെ ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവരെങ്ങനെയാണെന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. കാരണം ഒരുപാട് പേര് ഒരുപാട് റീസൺസ് പറയാറുണ്ട്. ഒരുപോലെയാണ്, ചില ആൾക്കാർക്ക് അങ്ങനെ എങ്ങനെയെന്നൊക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവരുടെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവരെ എങ്ങനെയാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അങ്ങനെ. പിന്നെ എനിക്ക് തിരിച്ചറിയാറുണ്ടോ എൻ്റെ എങ്ങനെയാണ് ഞാൻ തിരിച്ചറിയുന്നത് വലിയ ആൾ ചെറിയ ആളെന്ന് അങ്ങനെ. പിന്നെ ഇവരുടെ ടൈം, വെയിറ്റ്, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എങ്ങനത്തെ ട്വിൻസാണ്, പലതരത്തിലുള്ള ഫ്രറ്റേണലുണ്ട്, ഐഡൻറ്റിക്കലുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ട്വിൻസ് ഉണ്ട്. ഐഡൻറ്റിക്കലിൽ തന്നെ നമുക്ക് പലതരത്തിലുണ്ട്. പ്ലാസൻ്റ് 1, പ്ലാസൻ്റ് 2, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് 1, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് 2 ആയിട്ടുള്ളത്, അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പോൾ അതെങ്ങനത്തെ ട്വിൻസാണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ല, ഇയാൾ വലുതും ഇയാളെൻ്റെ ചെറിയ മോളുമാണ്. അപ്പോൾ ഞാൻ തിരിച്ചറിയുന്ന, എനിക്ക് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഡ്രസ്സിൻ്റെ കോഡ് വെച്ചിട്ടാണ്, പിന്നെ കയ്യിലൊരു ബാൻഡ് ഉണ്ടാകത്തുള്ളൂ, അപ്പോൾ അതും വെച്ചിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ ഡ്രസ്സിൻ്റെ കളർ വെച്ച് കണ്ടുപിടിക്കും. പിന്നെ കയ്യിൽ പേര് നോക്കുക, കയ്യിൽ ബാൻഡ്സ് കളർ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് പിങ്ക്, ഒരാൾക്ക് ബ്ലൂ ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ ഈ റൈറ്റ് കാതിലായിട്ട് ഇവിടെ ഒരു ഹോളുണ്ട്. അതേപോലെ തന്നെ എൻ്റെ മൂത്ത മോൾക്ക് കാതിൽ ഇതുപോലൊരു ഹോളുണ്ട്. ഇതെനിക്ക് ജന്മന ഉള്ളതാണ്. അതുപോലെ എൻ്റെ മൂത്ത മോൾക്കും ജന്മന കിട്ടിയിട്ടുണ്ട്. അതാണ് ഒരു കാര്യം. പിന്നെ നമുക്ക് തലയിൽ ചുഴി പറയുമല്ലോ, അപ്പോൾ അത് എൻ്റെ വലിയ ആൾക്ക് 1 ചുഴിയും ചെറിയ ആൾക്ക് 2 ചുഴിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അറിയാം. പിന്നെ മൂന്നാമത്തെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, വലിയ ആൾക്ക് കുറച്ചധികം മുടിയുണ്ട്, ചെറിയ ആൾക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ പക്ഷെ കാണുന്നവർക്ക് അറിയില്ല, പലരും കണ്ടുപിടിക്കാൻ പറ്റില്ല. പലർക്കും കുറച്ച് കൺഫ്യൂസ്ഡാണ്. എനിക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ
പിന്നെ ഇവർ പ്രസവിച്ച സമയം എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മോള് 12:03-നും ചെറിയ ആൾ 12:04-നുമാണ്. 1 മിനിറ്റിൻ്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. എൻ്റെ മൂത്ത ആൾക്ക് വെയിറ്റ് എന്ന് പറയുമ്പോൾ 2,510 ഉണ്ടായിരുന്നത്. എൻ്റെ വലിയ ആൾക്ക് 2,510, 2.5 പ്ലസ് ഒരു 10 മില്ലി കൂടുതലുണ്ടായിരുന്നു. എൻ്റെ ചെറിയ ആൾക്ക് 2 കിലോനും 540 മില്ലി ഉണ്ട്. കുറച്ച് വെയിറ്റ് കൂടുതൽ ചെറിയ ആളായിരുന്നു, ഒരു പൊടിക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇനിയിപ്പോൾ എല്ലാവർക്കും ഡൗട്ട്സ് ഇത് എങ്ങനത്തെ ട്വിൻസാണെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് ഐഡൻറ്റിക്കൽ ട്വിൻസാണ്, ഒരേപോലെയുള്ള കുട്ടികളാണ്. ഇവരുടെ ബ്ലഡ് എന്ന് പറയുമ്പോൾ ഒരേപോലെയാണ്, എ പോസിറ്റീവാണ്. എൻ്റെ മൂത്ത മോളുടെയും എ പോസിറ്റീവ്, എൻ്റെ 3 മക്കളുടെ എ പോസിറ്റീവ് തന്നെയാണ്, എൻ്റെയും എ പോസിറ്റീവ് തന്നെയാണ്. പിന്നെ ഇവരുടെ എങ്ങനത്തെ ട്വിൻസാണെന്ന് ചോദിക്കുക, ഐഡൻറ്റിക്കലാണ്. ഐഡൻറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഇവർക്ക് 2 പേർക്കും 2 അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ട്, പക്ഷേ പ്ലാസൻ്റ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പലർക്കും 2 അമ്നിയോട്ടിക് ഫ്ലൂയിഡും 2 പ്ലാസൻ്റ ആയിട്ട് ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ 1 അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ തന്നെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർക്ക് അങ്ങനെ 1 അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ തന്നെ 2 കുട്ടികളും വളരുകയാണെങ്കിൽ അവർക്ക് കുറച്ച് റിസ്ക്കുള്ള കണ്ടീഷൻസിൽ പെടും ഇവർ. കാരണം അവർക്ക് ട്വിൻസ് ടു ട്വിൻ ട്രാൻസിഷൻ സിൻഡ്രോമൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവരങ്ങനെയല്ല, ഇവർ ഓക്കെയാണ്. 2 അമ്നിയോട്ടിക് ഫ്ലൂയിഡും 1 പ്ലാസൻ്റ ആയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി പരാതിയൊന്നും പറയരുത്, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇവർ ഇന്നിപ്പം ഉറക്കത്തിലാണ്, നല്ല പോലെ ബഹളം വെക്കാറുണ്ട്. ഒരാൾ എണീക്കാറുണ്ട്. ഇതൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉള്ളൊരു കാര്യമാണ്. ഒരാൾ കരഞ്ഞു വെച്ചാൽ മറ്റൊരാൾ കരയും, ഒരാൾക്ക് പനി വന്നാൽ മറ്റുള്ളവർക്ക് വരും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർ നിർത്തിയിട്ടുണ്ടാകും മറ്റൊരാൾ. അപ്പം കരയുന്ന ആളെ എടുത്താൽ ബാക്കിയുള്ള ആളുകൂടെ കരയാൻ തുടങ്ങും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഭയങ്കര കഷ്ടം തന്നെയാണ് ഇവർ നോക്കാനായിട്ട്. പിന്നെ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നുണ്ടോ ചോദിക്കുന്നവർക്ക്, ബോട്ടിൽ ഫീഡ് ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യില്ല. കുറവാണ്, ബ്രസ്റ്റ് മിൽക്ക് കുറവാണ് എന്നുള്ള സിറ്റുവേഷൻസിൽ മാത്രം ബോട്ടിൽ ഫീഡ് കൊടുക്കാറുണ്ട്. മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ 2 മാസം തികയാനായി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല, അങ്ങനെ പോണു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനി കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.